നമസ്കാരം. അമ്പരപ്പിക്കുന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ആറാമത്തെ കേന്ദ്ര ബജറ്റിൽ. സ്ത്രീ ശാക്തീകരണമാണ്, സ്ത്രീ സൗഹാർദ്ദപരമാണ് എന്ന് അവകാശപ്പെടുന്ന നയങ്ങളുടെ തുടർച്ചയാണ് ഇത്തവണത്തെ ബജറ്റിലെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് പരിശോധിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ. വിമൻ ആൻഡ് ബജറ്റിലേക്ക് സ്വാഗതം. ചോദിക്കുന്നത്, വിലയിരുത്തുന്നത് സ്ത്രീപക്ഷത്ത് നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാനലിസ്റ്റുകളും എല്ലാ ഓഡിയൻസും സ്ത്രീകൾ തന്നെയായിട്ടുള്ള ഒരു പക്ഷം കൂടിയാണ്. എത്രത്തോളം സ്ത്രീ സൗഹാർദ്ദപരമാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിനിധി വീണ എസ് നായർ, ഒപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് ശ്യാമ, മഹിളാ മോർച്ചയുടെ പ്രതിനിധി രാഗേന്ദു RB. ആദ്യം വീണയിലേക്ക്. വീണ, എംപവർ വിമൻ ത്രൂ ഓൺടർപ്രണർഷിപ്പ്, അതാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായി നിൽക്കുമ്പോഴും കൂടുതൽ സംരംഭകർ വരുന്നു. 30 കോടി സ്ത്രീകൾക്ക് ലോൺ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ കൂടുതൽ സംരംഭകരായി സ്ത്രീകളെ മാറ്റുന്നു. അങ്ങനെ സ്വയം പര്യാപ്തത വരുന്നു, സ്വാഭിമാനമുള്ളവരായി മാറുന്നു എന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ആ ഉന്നമനം അതിനകത്തുണ്ടാവുകയില്ലേ? ഈ ബഡ്ജറ്റ് സ്ത്രീ സമൂഹത്തോട് നീതി പുലർത്തി എന്ന് കരുതുന്നുണ്ടോ? ഒറ്റ വാക്കിൽ എൻ്റെ ആദ്യത്തെ ഉത്തരം സ്ത്രീ സമൂഹത്തോട് നീതി പുലർത്തിയിട്ടില്ലാത്ത ബഡ്ജറ്റ് എന്നുള്ളതാണ്. ഇന്നത്തെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ആ ഒരു ബഡ്ജറ്റ് അവതരണം കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ചില പദങ്ങൾ ഞാൻ പറയാം. അത് ഒന്ന്, GDPയുടെ ഒരു എക്സ്പാൻഷൻ. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ശീലിച്ച് നമ്മളോട് ഗവേണൻസ്, ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ്, അതുപോലെ ഡെമോക്രസി, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ട്രിനിറ്റിയെ കുറിച്ച് പറയുന്നു. റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന് പറയുന്നു. ഓവറോൾ ഏകദേശം ഒരു 57-58 മിനിറ്റുള്ള ബജറ്റിൽ ഇത്തരത്തിലുള്ള ചില ഒരു മാജിക് വേർഡ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ വാക്കുകൾ നമ്മളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പോകുന്ന ഒരു ബഡ്ജറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു നാരീ ശക്തി എത്രത്തോളം ഒരു വിമൻ എംപവർമെന്റിലേക്ക് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ഒക്കെ എത്ര ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. 30 കോടി മുദ്രാ യോജന ലോൺസ് കൊടുത്തിട്ടെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സംശയം എന്ന് പറയുന്നത്, നമ്മൾ മേ ബി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ 30 കോടി മുദ്രാ ലോൺസ് കൊടുത്തിട്ടുണ്ടാകും. എത്രത്തോളം അത് ഇഫക്റ്റീവായി? കാരണം നമുക്കറിയാം ഈ ഇന്ത്യയുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും അല്ലെങ്കിൽ മൈക്രോ സ്മോൾ മിനി എൻ്റർപ്രൈസസും ഒക്കെ മാജിക്കുകൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായിട്ടുണ്ട്, ഡെക്കേഡ്സ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ മുദ്രാ ലോൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുമ്പോഴും ഈ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുമ്പോഴും എത്രത്തോളം ഇത് ഇഫക്റ്റീവായിട്ട് വരുന്നുണ്ട്, ഇതിൽ എത്രത്തോളം ലോൺസ് യൂട്ടിലൈസ് ചെയ്ത് ലാഭകരമായിട്ടുള്ള ബിസിനസ് വെഞ്ചേഴ്സിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, എത്ര എണ്ണം ഇപ്പോഴും വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇനി പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലുള്ളതിനെ നിലനിർത്താനുള്ള എന്തൊക്കെ ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്സ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് സസ്റ്റൈനബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. 2, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 28% ഇൻക്രീസ് ഇൻ ഫീമെയിൽ എൻറോൾമെന്റ് ഇൻ ഹയർ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗർ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫോർകാസ്റ്റ് ഞാൻ അതിനോട് ക്ലബ് ചെയ്ത് ഒന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന 7% അതിലധികമോ ആണ് 2024. ഗവൺമെന്റ് പറയുന്നു 3% CMI പറയുന്നു 6%. അസിം പ്രേംജി പോലുള്ള യൂണിവേഴ്സിറ്റീസ് 42% ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് അണ്ടർ 25 ഇയേഴ്സ് അൺഎംപ്ലോയിഡ് ആണെന്ന് പറയുന്നു. ഇനി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് വീട് വെക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നു. അവിടെയും നമ്മൾ ഈ ഒരു വിമൻ സെൻട്രിക് അല്ലെങ്കിൽ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു 70% ഓൾറെഡി കൊടുത്തതിനകത്ത് സ്ത്രീകൾക്കാണ് വീടിൻ്റെ ജോയിൻറ്റ് ഓണർഷിപ്പായിട്ടൊക്കെ ഇനി കൊടുക്കുന്നതിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ, അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ പറഞ്ഞു 80 വളരെ ജനറലൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ അതിൽ ഒരു കാര്യം കൂടി സ്പെസിഫിക് ആയിട്ട് വരാം. അതായത് 83 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനുള്ള അസിസ്റ്റൻസ് കൊടുത്തു, 9 കോടി സ്ത്രീകളെ എംപവർ ചെയ്തു എന്ന് പറയുന്നു, 1 കോടി സ്ത്രീകൾ ലാഖ്പതിയായി എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത്. എന്താണെന്നറിയോ,
1 ലക്ഷം രൂപ കിട്ടുമ്പോൾ ലക്ഷാധിപതിയായി. ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലക്ഷാധിപതിയായി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആ 1 ലക്ഷത്തിനെ 12 കൊണ്ട് ഡിവൈഡ് നോക്കൂ. ഒരു ആനുവൽ ഇൻകം 1 ലാക്ക് വരുമ്പോൾ 8,000 ചില്ലുവാനം രൂപ മാത്രമാണ് ഒരു മാസം ഒരു സ്ത്രീക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഫ്യൂവലിന്റെ പ്രൈസ്, ഗ്യാസിന്റെ പ്രൈസ് 912 രൂപയാണ് ഒരു സിലിണ്ടറിന്. 40-45 അതൊരു വലിയ കൊട്ടിഘോഷിച്ച ഒരു സ്കീം കൂടിയാണ് ലാഖ്പതി ദീദി സ്കീം. അതിലേക്ക് കൂടെ വരാം. ആ ഒരു പോയിന്റ് അവിടെ വെച്ചുകൊണ്ട് തന്നെ വരാം. ഞാൻ രാഗേന്ദ്രയിലേക്ക് എനിക്ക് വരണം ഇതിന്റെ എല്ലാം മറുപടി ആയിട്ട്. ഞാൻ ആദ്യം ശ്യാമയിലേക്ക്. ശ്യാമ, സംരംഭകർ, അതായത് തൊഴിലില്ലായ്മ CMA തന്നെ പറയുന്നത് 44%, ഏകദേശം 50% തൊഴിലില്ലായ്മയുടെ നിരക്കുണ്ട് എന്ന് പറയുന്നത് അതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. ഇത്രയധികം സംരംഭകരായി സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്തു എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു കണക്ക്. ഒരുപക്ഷെ അതൊരു പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമല്ല, പക്ഷെ 10 വർഷമായി ഇതാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ത്രീകൾക്കാണ് ലോൺ നൽകിയിരിക്കുന്നത്, ഇത്രയും സ്ത്രീകൾക്കാണ് സംരംഭകരായിരിക്കുന്നത്. അപ്പൊ അത് തുടരും എന്ന് പറയുന്നത് ഇതൊരു വിജയിച്ച സ്കീമുകളാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്ന കൂടിയുണ്ട് കേന്ദ്ര ധനമന്ത്രി. അതിനോട് എങ്ങനെ യോജിക്കാം, യോജിക്കാതിരിക്കാം? സത്യത്തിൽ ഈ ബഡ്ജറ്റ് ഒരിക്കലും ഒരു സ്ത്രീപക്ഷ ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നൊരു വാചകമുണ്ട്. 10 വർഷം 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പറയുന്നത് ഈ 10 വർഷമല്ല, ഇനി വരാൻ പോകുന്ന 5 വർഷമാണ് സുവർണ കാലഘട്ടം, വികസനത്തിന്റെ സുവർണ കാലഘട്ടം ഇനി വരാൻ പോകുന്ന 5 വർഷമാണെന്നാണ്. നമ്മൾ ഇനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2014 തൊട്ട് ഇത്രയും 10 വർഷക്കാലം അപ്പം ഈ ഗവൺമെന്റ് ഒരു പരാജയമായിരുന്നു എന്ന് നിർമ്മലാ സീതാരാമൻ തന്നെ സമ്മതിക്കുകയാണ്, തുറന്നു പറയുകയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഈ ബഡ്ജറ്റിൽ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ഗിമിക്ക് കാണിച്ചുകൊണ്ട്. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വലിയ ഉന്നമനത്തിലേക്ക് കടന്നു. സ്റ്റെം കോഴ്സുകളിലൊക്കെ ലോകത്ത് 1ാം നിരയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2023 ലോക പട്ടിണി സൂചികയുടെ കണക്ക് ഇപ്പൊ ഇവിടെ പറയുന്ന ബഡ്ജറ്റിൽ പറയുന്നുണ്ട് ഗർഭിണികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ശിശുക്കൾക്കും വലിയ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ വരുന്ന കഴിഞ്ഞ 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ കണക്ക് ആ കണക്കിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് 125 രാജ്യങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ, നമ്മുടെ പോവർട്ടിയുടെ ഇൻഡെക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനവിധേയമാക്കുമ്പോൾ ഈ മോദി സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ്. 111ാമത്തെ സ്ഥാനത്തേക്കാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ശിശുക്കൾ, ഇൻഫന്റ് മോർട്ടാലിറ്റി നിരക്കും ചൈൽഡ് മോർട്ടാലിറ്റി നിരക്കും ഏറ്റവും അധികം കൂടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഇന്ത്യ തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. രാഗേന്ദു, 2 രീതിയിലാണ്. ഒന്ന്, CMI പുറത്തുവിട്ട കണക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം തൊഴിലില്ലായ്മ നിൽക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ 9 കോടി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ 1 കോടി സ്ത്രീകൾക്ക് ഇത്ര വായ്പ ഞങ്ങൾ നൽകി പല പല സ്കീമുകളിലായി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ആ വിശദീകരണം മതിയാകുമോ എന്നുള്ളതാണ്. അപ്പോഴും തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ കൃത്യമായ എന്ത് പദ്ധതിയാണ് യുവാക്കൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റിൽ. നമുക്കറിയാം, ഇന്നത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ജൂലൈ മാസമാണ് നമ്മുടെ സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുന്നത്. ഈ ഇടക്കാല ബഡ്ജറ്റിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും, ഇന്നലെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ 4 തൂണുകൾ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, ദരിദ്രർ, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവർക്കുള്ള ശാക്തീകരണമാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത്. അതിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും ഇനി വരുന്ന ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിലും കൃത്യമായി ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2047 എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും ഇനി വരുന്ന ബഡ്ജറ്റുകൾ ഉണ്ടാകുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ 2 പേരും ഡിവൈഎഫ്ഐയുടെ അതുപോലെ തന്നെ ഇപ്പോൾ 2 വക്താക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 50% കൂടുതൽ സ്ത്രീ വോട്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ വളർച്ച, നമ്മളിപ്പോൾ GDP-യിൽ നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ 3ാമത് കഴിഞ്ഞു, അടുത്ത 1ാം സ്ഥാനത്തേക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കണക്കുകളിൽ കൂടി തന്നെ പറയുന്നുണ്ട്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ലോകരാജ്യങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? കൃത്യമായി ആ ഒരു സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ
നമുക്ക് സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായി അവരുടെ സമ്പത്ത് വളരണം. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഈ 9 കോടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ സഫീഷ്യന്റ് ആണോ? അല്ല ഞാൻ പറയാം. അപ്പൊ അത്തരം ഗ്രൂപ്പുകൾക്ക്, അതായത് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ടും അവരുടെ വരുമാനം ഉയർത്തിക്കൊണ്ടുവരിക. അത് ഇപ്പോൾ സ്കീമിൽ തന്നെ 1 ലക്ഷം വരുന്ന വരുമാനം ലഭിച്ച സ്ത്രീകൾ അതിപ്പോ ഇനി ഒരു 3 കോടി ആക്കണം എന്നുള്ള രീതിയിലേക്ക് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ഇപ്പോൾ ഗ്രാമീണ മേഖലയും അതുപോലെ തന്നെ നഗരമേഖലകളും എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഇന്നത്തെ ഈ ബഡ്ജറ്റിന് മുന്നേത്തെ നമുക്കറിയാം 26-ാം തീയതി ജനുവരി 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന യുവതികളാണ്. അപ്പോൾ അവർക്കറിയാം 80% വനിതകൾ പങ്കെടുത്ത ഒരു പരേഡായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു 74ാമത് റിപ്പബ്ലിക് പരേഡിൽ ഇത്രയും വർഷക്കാലം ഇത്രയും ഒരു 60 വർഷക്കാലം ഭരിച്ചിരുന്ന UPA സർക്കാരുകളാകട്ടെ ഇത്രയും വർഷക്കാലം ഇരുന്നിട്ടും നമുക്കൊരു സ്ത്രീ ശക്തി നാരി ശക്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് കൃത്യമായി പറഞ്ഞാൽ 80% വനിതകളാണ് ആ പരേഡിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അത്തരത്തിൽ 2014 മോദി സർക്കാർ വന്നത് മുതൽ ഇപ്പോൾ ഇവിടെ കണക്ക് പറയുന്നു ഒരു 10 വർഷം കൊണ്ട് ഏത് രീതിയിൽ ഇനിയാണ് അമൃതകാലം ഇല്ല അതിനു വേണ്ടി തയ്യാറെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന് 60 വർഷം മുൻപേ ആ കണക്ക് തന്നെ പറയും. 60 വർഷം മുൻപേ നമ്മുടെ ഒരു കുടുംബം നമ്മളെല്ലാം വസിക്കുന്ന വീടുകളിൽ സ്ത്രീകൾ തന്നെയാണ് നട്ടല്. അവർക്ക് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളായിട്ടുള്ള വീടാകട്ടെ അല്ലെങ്കിൽ വെള്ളമാകട്ടെ വൈദ്യുതി ആകട്ടെ ഇതെല്ലാം തന്നെ ലഭിച്ചത് ഈ ഒരു 10 വർഷം എന്ന് നിങ്ങൾ നിസ്സാരമായി പറയുന്ന. ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് അർബൻ ഏരിയയിലുള്ള സ്ത്രീകൾ ഒരു പക്ഷേ ഇടത്തരം മിഡിൽ ക്ലാസ് ഉള്ള സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ആണെങ്കിലും തൊഴിലെടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം സ്ത്രീകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ധനമന്ത്രി എന്തെങ്കിലും പറയുകയുണ്ടായി? അല്ല, ഇന്നത്തെ ബഡ്ജറ്റിൽ ആക്ച്വലി ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ എഡ്യൂക്കേഷൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലായും നമ്മുടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറയാം നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ വ്യോമസേനയിൽ ഇതിലെല്ലാം തന്നെ പ്രത്യേക കമ്മീഷൻ പെൺകുട്ടികൾക്ക് വരാനായിട്ടും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ആർമിയിലേക്കും അതുപോലെ തന്നെ ഡിഫൻസിലേക്കൊക്കെ വരാനായിട്ടും അവർക്ക് നമുക്കറിയാം യുദ്ധ പൈലറ്റുമാരായിട്ട് തന്നെ സ്ത്രീകൾ വരുന്ന ഒരു കാലഘട്ടമെല്ലാം ഇപ്പോൾ നടന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയും ഈ 60 വർഷക്കാലം 33% വനിതാ സംവരണം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഞങ്ങൾ 9 വർഷക്കാലം എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ അത് നടപ്പിലാക്കി എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ 60 വർഷക്കാലം കോൺഗ്രസിന് കൃത്യമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തും അവർക്ക് അത് സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിയപ്പോൾ 9 വർഷം എടുത്തല്ലോ എന്നുള്ളൊരു നിസ്സാരമായി അവർ പറയുമ്പോൾ ഞങ്ങളത് നടപ്പിലാക്കാൻ നിയമമായി അത് വനിതാ സംവരണ ബില്ലൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കുന്നത് പോലെ തന്നെ ബജറ്റിനകത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുത്തലാഖ് നിരോധനം, വനിതാ സംവരണ ബിൽ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾക്കുള്ള ഉന്നമനത്തിലേക്കുള്ള ഏത് പുരോഗതിയുടെ പാതയിലാണ് നമ്മൾ എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് BJPയുടെ വക്താവ് പറയുന്ന കേൾക്കുമ്പോൾ തോന്നുന്നത് മോദിജി വന്നതിന് ശേഷമാണ് ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ കാർ ഓടിക്കാനും 2 വീലർ. ഞാൻ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഒരു സ്ത്രീ ബഹിരാകാശത്ത് പോയതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. കൽപ്പന ചൗള എന്നാണ് അവരുടെ പേര്. അതുപോലെ മനസ്സിലായി എന്റെ ഡിഫൻസിൽ അവർക്ക് ഇപ്പോഴാണ് രൂപീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അവിടെ വിമൻ റെപ്രസെന്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ കോൺഗ്രസിനെ കൂടെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സീറ്റുകളിലും സ്ത്രീകളെ ഇരുത്തിയ പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കൊണ്ടിരുത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോദിജി വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് അമൃതകാലം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മിണ്ടാതിരിക്കാൻ എന്തായാലും എൻ്റെ ഔചിത്യം എന്നെ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ശ്യാമ, ഈ മുത്തലാഖ്, ഞാൻ ഇവരിലേക്ക് പോകുന്നതിന് മുന്നേ മുത്തലാഖ് അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളും കൂടെ ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി നാരി ശക്തി, മൊമെന്റം ഫോർ നാരി ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ നാരി ശക്തി എന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ബജറ്റിൽ സ്ത്രീകളുടെ ചിത്രം കൊടുത്തത് കൊണ്ടോ സ്ത്രീ ശാക്തീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബഡ്ജറ്റിൽ സ്ത്രീകളുടെ പടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഗ്യാസിൽ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നമ്മുടെ മഹിളാ സമ്മാൻ പദ്ധതി. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ തന്നെ ഒരു സ്ത്രീകളോട് കാട്ടുന്ന ഒരു കൊടിയ വഞ്ചന തന്നെയാണ്. കാരണം സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് വരുന്ന പലിശയിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു പദ്ധതിയാണിത്. കാരണം മഹിളാ സമ്മാൻ പദ്ധതിയിൽ
പലിശ, അതിൽ നിന്നും കിട്ടുന്ന പലിശയിൽ പോലും അവിടുന്ന് ടാക്സ് എടുക്കുകയാണ്. സാധാരണ ഒരു സർക്കാർ പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയിൽ നിന്നും ടാക്സ് ഈടാക്കാറില്ല. പക്ഷേ ഈ പദ്ധതി സ്ത്രീകളെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിക്കൊഴിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയിൽ പറയുന്ന പ്രകാരം തന്നെ അതിൽ വരുന്ന ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പലിശ ഇനത്തിൽ നിന്നും അതിൽ നിന്നും ടാക്സ് എടുക്കാൻ ടാക്സ് എക്സംപ്ഷൻ കൊടുക്കാത്തൊരു പദ്ധതിയാണ്. ഇതുപോലെ ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇപ്പൊ എല്ലായിടത്തും ഇന്നത്തെ പ്രമുഖ പത്രമായിട്ടുള്ള മാതൃഭൂമിയിൽ പറയുന്നൊരു വാർത്തയുണ്ട്. 41% സ്ത്രീകളും ഇന്ന് വിറകടുപ്പിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ പറയുന്നുണ്ട് BJPയുടെ ഇത് പറയുന്നത് 99% വീടുകളിലേക്കും ഗ്യാസ് എത്തിച്ചു കൊടുത്തു എന്നുള്ളത്. ഇപ്പൊ എന്താണ് ഈ വീടുകളിലെ ഗ്യാസിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. ഗ്യാസ് എത്തിച്ചു കൊണ്ട് മാത്രം അവിടെ പാചകം ചെയ്യണമെന്നില്ല. കാരണം ഇല്ല, ആദ്യം കൊടുത്ത ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും സാധനങ്ങൾ, അരിയോ പച്ചക്കറിയോ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നതിനപ്പുറമായിട്ട് അതൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വീണ്ടും വാങ്ങണമെങ്കിൽ ഇതിനോട് ആഡ് ചെയ്ത ഒറ്റ കാര്യം, മഹിളാ സമ്മാൻ പദ്ധതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, 7.5% മഹിളാ സമ്മാൻ പദ്ധതിയിൽ മാർച്ച് 2025 വരെ 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഒരു ശരാശരി സഹകരണ ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും 8%-ലധികം പലിശ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, ഈ 7.5% പലിശ എന്ന് പറയുമ്പോൾ മാസം എത്ര രൂപയാണ് 2 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്? 1200 രൂപയ്ക്ക് അടുപ്പിച്ച് മാത്രമാണ് കിട്ടുന്നത്. ഇനി ഞാൻ പറയാം, സാധാരണ ഒരാൾ കൊണ്ട് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 550 രൂപ കിട്ടും. ഇവിടെ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 600 രൂപയാണ് കിട്ടുന്നത്. പറയട്ടെ, സ്ത്രീകളുടെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ അധികം കിട്ടുന്ന 50 രൂപ എന്ന് പറയുന്നത് ഒരു പീരിയഡ് സൈക്കിളിലുള്ള ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ പോലും തികയില്ല എന്നുള്ളതാണ് ദുരവസ്ഥ. ഞാൻ രാഗേന്ദ്രയ്ക്ക് വരാം, അതിന്റെ എല്ലാം മറുപടി എല്ലാം ഉണ്ടാവും. ആരാണ് സംസാരിക്കുന്നത്? നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ബഡ്ജറ്റ് കാണുന്നത്? പറയുന്നതിന് മുമ്പ് എൻ്റെ പേര് ജിജിത, ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരത്തെ റിസർച്ച് സ്കോളറാണ്, എക്കണോമിക്സ് റിസർച്ച് സ്കോളറാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് 2 കാര്യങ്ങൾ പ്രശംസനീയമാണ്. ഒന്ന്, സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ, വനിതകൾക്കായിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ ഉണ്ടായി, അതും ഒന്ന്. പിന്നെ ആയുഷ്മാൻ പദ്ധതിയിൽ ആശാ വർക്കേഴ്സിനെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തിയത്. പക്ഷേ അതോടൊപ്പം തന്നെ 19.2% വുമൺ ലേബർ പാർട്ടിസിപ്പേഷൻ ഉള്ള ഇന്ത്യയിൽ അത് കൂട്ടാനായിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ബഡ്ജറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 4.95% മാത്രമാണ് ജെൻഡർ ഇൻക്രീസ് ചെയ്യാൻ, വ്യൂമൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മതിയാവുമോ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പോപ്പുലേഷൻ്റെ 50%-ഓളം ആളുകൾ വുമൻസ് ആവുന്ന സമയത്ത്, വനിതകളാവുന്ന നേരത്ത്, അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 5 സംതിങ്, അത് മാത്രം GDP ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 5% മാത്രം നമ്മൾക്ക് വുമൻസിന് വേണ്ടി മാറ്റി വെച്ചാൽ മതിയാവുമോ? പിന്നെ അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള വനിതകളുടെ ബഡ്ജറ്റാണ് എന്ന് പറയുന്നതോടൊപ്പം പാചകവാതക വില മാറ്റിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ധനവില. അതെ, സാധാരണക്കാർക്ക് വേണ്ടത് പാചകവാതക വില മാറ്റിയിട്ടില്ല. പിന്നെ എന്നും യാത്ര ചെയ്യുന്നവർക്ക് ഇന്ധന വിലയിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ ഗവൺമെന്റ് ജീവനക്കാർക്കാണെങ്കിൽ അവർക്ക് നികുതി ഇളവ് വന്നിട്ടില്ല, പഴയ നികുതി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഇതെല്ലാം വുമണിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരികയാണോ അതോ അതാണ്? ഒരാൾക്കൂടെ പോയ ശേഷം നമുക്ക് അവരിലേക്ക്. എൻ്റെ പേര് അഭയ, ഞാൻ വിമൻസ് കോളേജിൽ PG വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അതായത് ഇപ്പം അർബൻ സ്ത്രീകളും റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന 2 പേരുടെയും ജീവിത രീതി വ്യത്യസ്തമാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അർബൻ സ്ത്രീകൾക്ക് അവർക്ക് അതായത് അവരെ പറ്റി ഒന്നും ശരിക്കും അഡ്രസ്സ് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പം അവരെയും കൂടെ ഉൾപ്പെടുത്തി ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാമായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LPG അതിൻ്റെയൊക്കെ വിലക്കയറ്റം, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എപ്പോഴും സാധാരണ സാധനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇപ്പോഴും വിലക്കയറ്റം അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ്
ആളുകൾക്ക് ഉപകാരപ്പെടുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതാണ്. അപ്പം ഇതെങ്ങനെയാണ് ആളുകൾക്ക് ഉപകാരപ്പെട്ടത്? റൈറ്റ്. ഞാൻ രാഗേന്ദു വരുന്നത്, അതായത് പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ഓൺ അക്കൗണ്ടാണ്, ഇടക്കാല ബഡ്ജറ്റാണ്. എങ്കിലും പ്രധാനമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി നാരി ശാക്തീകരണ മാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സ്ത്രീ ബജറ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ ഫലം കണ്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഫക്റ്റ് വന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇവർ പറയുന്നതും ആ ഒരു കാര്യം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ്. ഇന്നലെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കാരണം ഇത് ഒരു നാരി ശക്തി, അതായത് അവതരിപ്പിക്കുന്നത് നമ്മുടെ നിർമ്മല സീതാരാമൻ ജിയാണ്, അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുജി. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളുടെയും ഒരു അതായത് അത്തരത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അത്തരത്തിലൊരു നാരീശക്തി, അതാണ് ഒരു ബേസ് പറയുന്നത്. ആ രീതിയിൽ ഇനി വരുന്നത് നാരീശക്തി എന്ന് പറയുന്നത് വുമൺസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇന്ന് തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ജൂലൈ മാസം നടത്തുന്ന ആ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു, അതായത് ഇനി വരുന്ന അമൃത കാലം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ 2047 ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറണം. നമുക്കറിയാം ഇത്രയും നമ്മുടെ വർഷ കാലഘട്ടത്തിൽ, ഇപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞു, കാരണം 2014 മുന്നേ ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് 2014 മുന്നേ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു 60 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നു, UPA സർക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും തന്നെ, നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. 100 രൂപ ഒരു ആൾക്ക് ഒരു പദ്ധതി വിഹിതമായി നൽകിയാൽ വെറും 15 രൂപയാണ് ലഭിക്കുന്നത്, ബാക്കിയെല്ലാം ഇടനിലക്കാർ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമന്ത്രി പറഞ്ഞതാണ്, രാജീവ് ഗാന്ധിജി അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ 2014 ശേഷം നമ്മുടെ ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന സമയം മുതൽ എടുത്തിട്ടുള്ള ഓരോ പദ്ധതിയും, അതിപ്പോ സുകന്യ സമൃദ്ധി ആകട്ടെ, ജൻധൻ യോജനയാകട്ടെ, ഉജ്ജ്വലയാകട്ടെ, ഇത്തരത്തിൽ തുടങ്ങുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും ഉന്നമനം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അതേ രീതിയിൽ വളരും എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു സംശയമുണ്ട്, ശ്യാം അങ്ങനെ തോന്നില്ലേ അർബൻ വുമനെ ഫോക്കസ് ചെയ്തുകൊണ്ട്? ഇപ്പം അല്ല, അർബൻ വുമൺ നേരത്തെ ചോദിച്ചായിരുന്നു. അർബൻ വുമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ റൂറൽ ഏരിയസിൽ നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ പറയുമ്പോൾ അതേ രീതിയിൽ തന്നെ നേരത്തെ പറഞ്ഞ ഈ 30 കോടി മുദ്ര യോജന എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്, അതായത് എന്റർപ്രണേഴ്സ് ആയിട്ട് സ്ത്രീകൾ വരുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ചുറ്റും തന്നെ ഏത് ഒരു ബിസിനസ് ആണെങ്കിലും അതിൽ സ്ത്രീകൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് യുവതികളാണ്, ഇവരുടെ എല്ലാം അമ്മമാരുണ്ടാവും, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. കാരണം 2014 മുന്നേ വരെ നമ്മളൊരു ബിസിനസ്സോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു കച്ചവടം തുടങ്ങാനായിട്ട് 5000 രൂപ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾ ബിജെപിയുടെ വക്താവിന് ഇപ്പൊ ഇത് ഇവിടെ പറയാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളും പണിയെടുക്കുന്നത് ഗ്രാമീണ മേഖലകളിലാണ്, ഗ്രാമീണ കാർഷിക മേഖലയിലാണ്. ഗ്രാമീണ കാർഷിക മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഈ ബജറ്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറച്ചു, അത് ആരെ സഹായിക്കാനാണ്? കോർപ്പറേറ്റ് നികുതിയിൽ വലിയ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും കുറച്ചു, അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നത്. കോർപ്പറേറ്റ് നികുതിയിൽ വലിയ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. അല്ല, നികുതിയിലൊന്നും മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നികുതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ ആരെ സഹായിക്കാനാണ് ഈ ബഡ്ജറ്റ്? നികുതിയിൽ സാധാരണക്കാർക്കോ സ്ത്രീകൾക്കോ കർഷകർക്കോ യുവജനങ്ങൾക്കോ യാതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ബഡ്ജറ്റ് അല്ല ഇപ്പൊ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ആദായ നികുതി 7 ലക്ഷം വരെ നമ്മൾ അതിന്റെ ഒരു ടേം മാറ്റിയിട്ടുണ്ട്. അതിലൊരു പുനരേകീകരണം ഉണ്ടായിട്ടില്ല, അതാണ്. അല്ല, ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നികുതിയിൽ ഒന്നും തന്നെ ഒരു മാറ്റം വന്നില്ല. പക്ഷെ 7 ലക്ഷം രൂപ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു സ്ത്രീകളാകട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു വലിയ ഇളവ് തന്നെയാണ്. മാം സൂചിപ്പിച്ച പോലെ തന്നെയാണ് കോർപ്പറേറ്റ് നികുതി 20% വീണ്ടും കുറച്ചേർക്കാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ആദായ നികുതി 7 ലക്ഷത്തിന് താഴെയുള്ളവരുടെ ആ പുതിയ സ്ലാബ് വന്നിട്ടില്ല. അതെ, ഇത് പഴയ ബജറ്റിന്റെ അതേ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അതുപോലെ ഈ ഉപരിവിപ്ലവമായിട്ട് പറയുന്ന പാവപ്പെട്ടവർക്കും വനിതകൾക്കും യുവജനങ്ങൾക്കും കർഷകർക്കും വരുന്നുണ്ട് പറയുന്നു. അപ്പോൾ അതില് ശരിക്കും ഉപരിവിപ്ലവം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബഡ്ജറ്റിൽ എത്ര നീക്കി വെച്ചിരിക്കുന്നു അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനമാണ് വുമൺ
വുമൺ ബജറ്റിന് വേണ്ടി അല്ലെങ്കിൽ വുമൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ അതിൽ വരുന്നതിന് മുന്നേ ബാക്കി കൂടെ നിങ്ങൾ കൂടെ. തീർച്ചയായിട്ടും മാം, എൻ്റെ പേര് ഭാഗ്യ. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്, സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ. മാം, ഇതിൽ എടുത്തു പറയുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് എടുത്തു പറയുന്ന കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സ്റ്റെം വിഭാഗത്തിൽ പെൺകുട്ടികളുടെ എൻറോൾമെന്റ് കൂടുന്നു എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഒരു വലിയ നമ്പറാണ്. പക്ഷേ അറിയാം, ഇന്ത്യ ഇത്രയും വളരുന്ന ഒരു സാഹചര്യത്തിലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ യുവജനത, പ്രത്യേകിച്ചും കേരളത്തിലായാലും മൊത്തത്തിലായാലും അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഇപ്പോഴും എൻറോൾമെന്റിനെ മാത്രം ഒരു പ്രശംസയായിട്ട് കാണാണ്ട് ഈ എൻറോൾമെന്റിൽ നിൽക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ, പ്രത്യേകിച്ചും സ്ത്രീകളെ പോലെ, കാരണം സ്റ്റെം എഡ്യൂക്കേഷനിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്ട്രഗിളാണ്. അപ്പം അവരെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ എംപവേർഡ് ആക്കാനും അവിടെ നിന്ന് അവരെ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ളിൽ തന്നെ തൊഴിലിടങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇക്കഴിഞ്ഞ ബജറ്റുകളിൽ ഒന്നും തന്നെ എത്രത്തോളം അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഫേർട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എങ്ങനെ സ്റ്റാർട്ടപ്പിന്റെ വിഷയത്തിലും സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരാളിൽ കൂടെ പോയ ശേഷം പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കാര്യവട്ടം ക്യാമ്പസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവേഷണ വിദ്യാർത്ഥിയാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ മാറുന്ന ജോബ് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്ത് വ്യത്യാസമാണ് സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ സ്ത്രീകൾ വരണം. അതുപോലെ ഈ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടണമല്ലോ. ശരിക്കും ഒരു പ്രാക്ടിക്കൽ ജോബിലേക്ക് അത് എത്തിപ്പെടാൻ എത്രമാത്രം നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും, അത് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഞാൻ രാഗേന്ദ്രയ്ക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ നിരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്ത് അല്ല, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജെൻഡർ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2020 ബഡ്ജറ്റിലെ ടോട്ടൽ അലോക്കേഷനിലെ 4.72% ജെൻഡർ ബഡ്ജറ്റ് എന്നുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 21-24 അത് 22 ആയപ്പോഴേക്കും അത് 4.4% ആയി. 22-23 ആയപ്പോൾ അത് 4.3% ആയി. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിക്രീസിങ് ട്രെൻഡാണ് കണ്ടിട്ടുള്ളത്. ഈ ജോബ് റിക്വയർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചോദിച്ചല്ലോ. ഓൾറെഡി ഇവിടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഇന്ത്യയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ബ്രെയിൻ ഡ്രെയിൻ. കാരണം ഇവിടെ പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ് ആകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ വിശേഷിച്ച് ഇവിടെ നിന്ന് ജീവനും കൊണ്ട് യുവാക്കൾ വലിയ രീതിയിൽ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്റ്റെം കോഴ്സുകളിൽ സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? എനിക്കൊന്നൊരു വേൾഡ് ലെവൽ കണക്കി തന്നെ നമ്മൾ മുന്നിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അത് വെറും അവകാശവാദം അല്ലല്ലോ. അല്ല, ഏത് കോഴ്സിന്റെ കേസിലായാലും ഞാൻ പറയുന്നു, ഈ പഠിച്ചിറങ്ങുന്നവർക്ക് പ്രോപ്പറായിട്ടൊരു അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശാലമായ തലത്തിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഏത് സെക്ടറും അൺഫോർച്ചുനേറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇവിടെ നമ്മൾ ഈ ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. UPA ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിരുന്നു മൻറേഗ പ്രൊജക്റ്റ്. ആ മൻറേഗ പ്രൊജക്റ്റിനെ കുറിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, ഐ വിൽ പ്രിസർവ് മൻറേഗ ആസ് എ ലിവിംഗ് മോണുമെൻറ്റ് ഓഫ് ദ ഫെയിലിയർ ഓഫ് UPA ഗവൺമെൻറ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോവിഡ് കാലത്ത് എങ്ങനെയാണ് മൻറേഗ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, സാധാരണ സ്ത്രീകളെ പട്ടിണിയിലേക്ക് പോയി അവർ മരണപ്പെടുന്ന സാഹചര്യമില്ലാതെ പിടിച്ചു നിർത്തിയത്, എങ്ങനെയാണ് ഇന്ത്യൻ കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് മൻറേഗ പോലുള്ള പദ്ധതികൾക്കുള്ള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്ററി അലൊക്കേഷൻ എന്നുള്ളത് ഞാൻ വളരെ സങ്കടത്തോടുകൂടി ചോദിക്കണം. കാരണം സാധാരണ ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീക്കും മാസം ഇത്ര ദിവസം കൃത്യമായി തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നു, ഇത്ര രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നു, അതൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, രാഘേന്ദ്ര, അതിലൊരു കൺസേൺ വരുന്നത് പ്രധാനമായിട്ടും ഒരു സസ്റ്റൈനബിലിറ്റി. ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ വിഷയത്തിനകത്ത് പറയുമ്പോൾ പോലും ബ്രെയിൻ ഡ്രെയിൻ പോലുള്ള വലിയ വിഷയങ്ങളൊന്നും എവിടെയും സ്പർശിച്ചിട്ട് പോലുമില്ല കേന്ദ്ര ധനമന്ത്രി എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. അല്ല, ഇപ്പോൾ രണ്ടുപേരും ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസം കൂടുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ തൊട്ടടുത്ത സംസ്ഥാനം, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നില്ല, കാരണം തമിഴ്നാട്ടിൽ ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ ഒരു നിക്ഷേപം അവരുടെ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ രീതിയിൽ. അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളും UP പോലുള്ള പല സംസ്ഥാനങ്ങളിൽ തന്നെ
നിക്ഷേപ സൗഹൃദമായിട്ട് നിക്ഷേപങ്ങൾ മറ്റ് അതായത് ഇപ്പോൾ ബോയിങ് പോലുള്ള വലിയ കമ്പനികൾ തന്നെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആപ്പിളിന്റെ കമ്പനിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബൃഹത്തായിട്ടുള്ള കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇപ്പൊ നമുക്കറിയാലോ ഒരു തൊഴിൽ എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും പ്രൈവറ്റ് എല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരാൻ പോകുന്ന ആ വികസിത രാജ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം തരാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ നൽകാനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. അതേ രീതിയിലുള്ള മുന്നോട്ടുള്ള അവരുടെ രീതികളും അത് തന്നെയാണ്. കാരണം നിക്ഷേപങ്ങൾ നമുക്കറിയാം, നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ നമ്മുടെ പല രാജ്യങ്ങളിലും പോയപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ കറങ്ങാൻ പോയി എന്ന് പറയുമ്പോൾ കൃത്യമായി മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സ്ഥാനം ഇന്ന് എന്താണെന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുകയില്ലേ? നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി പോകുമ്പോൾ ഏത് രീതിയിലാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെ അവരെ ഫോക്കസ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കൊതിക്കുന്ന രാജ്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പെൺകുട്ടികൾ, ഇപ്പോൾ ലിംഗസമത്വം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ഇത്തരത്തിൽ മുന്നേറുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിൽ സംവിധാനവും ഉണ്ടാകും. അത് റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും നമ്മൾ അതേ രീതിയിൽ തന്നെ പോകുമെന്ന് തന്നെയാണ് ശ്യാമയ്ക്ക് എന്താ തോന്നുന്നത്? ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയം കൊണ്ട് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു ഓപ്പർച്യൂണിറ്റി, അതിനെ കൂടിയാണോ രാജ്യം ഈ രീതിയിൽ അവകാശപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിലും പോയി ഇന്ത്യ വികസിച്ചു എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ഇന്ത്യ വികസിച്ചു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സിന്റെ കണക്ക്, പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? ഈ പറയുന്ന ഭയങ്കരതരം വലിയ തോതിൽ വികസിച്ചു എന്ന് പറയുമ്പോൾ പട്ടിണി സൂചിക താഴണ്ടേ? ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 111-ാമതാണ്. ഇത് പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം. കേരളത്തിന്റെ പട്ടിണി കിടന്ന് മരിക്കുന്നില്ല എന്നുള്ളത് ആദ്യം അത് ഈ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യയിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് പട്ടിണി കിടന്ന് മരിക്കുന്നുള്ളത്. ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള രാജ്യം ഏതാ? നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാലോ. ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം CMIയുടെ കണക്കുമായിട്ട് പോലും സർക്കാരിന്റെ കണക്ക് ചേർന്ന് പോകുന്നില്ല. അതുപോലും ബിജെപിയുടെ വക്താവ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പറയാം, പട്ടിണി മരണങ്ങൾ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ സ്വീകരിക്കും. പക്ഷെ അവരുടെ വികസനം പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നുള്ളത് വളരെ മണ്ടത്തരം പറയുന്നതാണ്. കാരണം നമുക്കറിയാം ഈ സൂചിപ്പിക്കുന്ന സൂചികളെല്ലാം അതിന് തെളിവാണല്ലോ. അല്ല, ഞാൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇതെല്ലാം വാദിക്കുന്നത്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് അല്ല, സമ്പദ് വ്യവസ്ഥയാണ്. അതെ അതെ, അതിനൊന്നും ഇവിടെ ആരും എതിർക്കില്ല. നേരത്തെ ഈ മേഖല എടുത്തു നോക്കാം, ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെയാണെന്നും ഇവിടുത്തെ തൊഴിൽ എങ്ങനെയാണെന്നും തന്നെ ചോദിക്കാം. മൈക്കാരുടെ കയ്യിലാണ് ഇത്തവണ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. പഠിക്കുന്നു, പുറത്തു പോകുന്നു, ആ ഒരു രീതിയിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു വിമർശനമുണ്ട്. അത് പര്യാപ്തമായ രീതിയിലുള്ള ഒരു പരിഹാരം ബജറ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന ഇതിലാണ് വലിയ തർക്കം നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. എൻ്റെ പേര് അഞ്ജന. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ റിസർച്ച് ചെയ്യുന്നു. ഇവിടെ സംസാരിക്കുന്നത് സ്ത്രീകളുടെ തൊഴിലിനെ പറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ അതിൻ്റെ യഥാർത്ഥ കൈകളിലാണോ എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു പദ്ധതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണെങ്കിലും തൊഴിൽ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ അത് എഫക്റ്റീവായ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ത്രീകളുടെ എൻറോൾമെൻറ്റ് കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകളുടെ എൻറോൾമെൻറ്റ് കൂടെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സിലേക്ക് സ്ത്രീ കടക്കുന്നു അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളത്, പക്ഷേ സ്ത്രീകളുടെ നൈപുണ്യ വികസനം കുറവാണ്. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിക്ക് ഒരു പദ്ധതികളും ഇല്ല. അപ്പോൾ അത് മെച്ചപ്പെട്ട രീതിയിൽ സ്ത്രീകൾക്ക് എത്തുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക കോഴ്സ് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ ഉറ്റുനോക്കാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളാവുമ്പോഴേ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നൈപുണ്യ വികസനം കുറവാണ്. പിന്നെ അതുപോലെ തന്നെ
വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ നോളജ് എക്കോണമിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പം നമ്മൾ ഈ ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്നത് 2005-6 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതാണ്. അതായത് അശോക് ലാഹിരി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കിയതാണ്. അന്ന് ടോട്ടൽ ബജറ്റിൻ്റെ 4.8% സ്ത്രീകൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് 20 വർഷം നമ്മൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 5% താഴെ മാത്രമാണ് അലോക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എവിടെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം നടക്കുന്നത് അല്ലെങ്കിൽ നാരീശക്തി നടക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിച്ചു പോകണം. ഇതിനകത്ത് എനിക്ക് രണ്ട് കാര്യം. അതായത് BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇന്ന് ലോകത്ത് ചെല്ലുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി ലോകം കാണുകയാണെന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാതെ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഈ BJP തന്ത്രപരമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നെറേറ്റീവുകളുണ്ട്. കഴിഞ്ഞ 19 വർഷം എന്താണ് കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യാമായിരുന്നോ? ദയവേത് എൻ്റെ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ആ ഗൂഗിളിനകത്ത് റൊണാൾഡ് റീഗൻ ഒരു അംബ്രല്ലയും പിടിച്ച് രാജീവ് ഗാന്ധിയെ കൊണ്ടുപോകുന്ന ഒരു പിക്ചറുണ്ട്. വല്ലപ്പോഴും അതൊന്ന് എടുത്ത് നോക്കുക. നരേന്ദ്രമോദി അല്ല ലോകത്ത് ഇന്ത്യക്ക് ആദരവ് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി. അതിനു മുമ്പൊക്കെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഭരിച്ച ഒരു മണ്ണാണിത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്ററി അലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് 5% എന്ന് പറഞ്ഞു. നമ്മളൊരു ഒന്നും വേണ്ട, ഒരു മാക്രോ എക്കണോമിക്സോ എക്കണോമിക്സിലേക്ക് പോകണ്ട. 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് അപ്രോക്സിമേറ്റ്ലി 65 to 70 crores സ്ത്രീകളാണെന്ന് നമുക്കറിയാം. ഈ 70 ലക്ഷം സ്ത്രീകൾക്ക് ടോട്ടൽ ബഡ്ജറ്ററി അലൊക്കേഷൻ്റെ 5% താഴെ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് സ്ത്രീകളെ ഇവിടെ നിഗ്ലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 20 വർഷം കൊണ്ട് യാതൊരു ഗ്രോത്തും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞു ഈ ടാക്സ് സ്ലാബ് ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. മുമ്പ് 2.5 ലക്ഷം ആയിരുന്നത് ഇപ്പോൾ 7 ലക്ഷമായി. 2.5-3 ലക്ഷമായിരുന്ന കാലഘട്ടം എത്രയാണ്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ ആണ് എൻ്റെ 10ലോ 11ലോ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ 2.5-3 ലക്ഷം സ്ലാബ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു 10-15 വർഷം മുന്നോട്ട് പോയി. ഇപ്പോഴും നമ്മൾ 7 ലക്ഷത്തിലേ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള സത്യം. അതുപോലെ ഇവിടുത്തെ ടാക്സ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കൂടുതൽ വരവുള്ളവരിൽ നിന്ന് കൂടുതൽ ടാക്സ്. അത് ഏത് തരത്തിൽ, അതൊരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആണോ അല്ലെങ്കിൽ റിഗ്രസീവ് ടാക്സേഷൻ ആണോ? ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? 10 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന അതേ ടാക്സ് തന്നെയാണ് 100 രൂപ ശമ്പളമുള്ള ആൾ സാധനം വാങ്ങുമ്പോഴും കൊടുക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഇൻജസ്റ്റിസ് ഇൻകത്തിൻ്റെ കാര്യത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു വിടവ് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് ഇസ് അൺഅഡ്രസ്ഡ് എന്നുള്ളത്. ഞാനത് അതിൻ്റെ ഉത്തരം രാഗേന്ദുവിലേക്ക് വരാം. അങ്ങനെ ഒരു വിവേചനം തുടരുകയാണ്, കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. BJP പ്രതിനിധി രാഗേന്ദു ഉണ്ട്, ഒപ്പം നമ്മുടെ വിദ്യാർത്ഥിനികളും തലസ്ഥാന നഗരയിൽ വിദ്യാർത്ഥിനികളും ചേരും. വിമൻ ഇൻ ബഡ്ജറ്റ് വളരെ പെട്ടെന്ന് തിരികെത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നടപ്പാക്കുന്നത് നാരി ശാക്തീകരണമാണെന്ന് ആവർത്തിക്കുന്ന അവകാശപ്പെടുന്ന മോദി സർക്കാരിന്റെ, രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ കേന്ദ്ര ബജറ്റ് എത്രത്തോളം സ്ത്രീ സൗഹാർദ്ദപരമാണെന്ന് പരിശോധിക്കുകയാണ് വിമൻ ഇൻ ബജറ്റ്. ചർച്ച തുടരുകയാണ്. രാഗേന്ദു നേരത്തെ പറഞ്ഞതിന്റെ ആ തുടർച്ചയാണ്. ആ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ കടക്കണം. അപ്പോൾ അത് പക്ഷേ അതിനും വളരെ സ്പെസിഫിക് ആകുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട്. ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രത്യേക പദ്ധതി, യുവിൻ പ്ലാറ്റ്ഫോം വഴി വാക്സിനേഷൻ, പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനെതിരെ വാക്സിൻ. അതായത് വളരെ പുരോഗമനപരമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്നിടത്തും അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ സ്ത്രീകൾക്ക് ഉന്നമനത്തിനായി ആഴത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നൊരു സൂചന അതിനകത്തുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ എന്തായാലും കൃത്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികൾ ഉണ്ടാകും. നമുക്കറിയാം മാതൃവന്ദന യോജന, അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന, ഈ രീതിയിലുള്ള പദ്ധതികളെല്ലാം തന്നെ 2014 മുതലേ കൊണ്ടുവന്നതാണ്. അത് കൃത്യമായി താഴെത്തട്ടിൽ എത്തി നിൽക്കുന്നതുമാണ്. നേരത്തെ ഇവിടെ ഒരു പ്രതിനിധി ചോദിച്ചായിരുന്നു, കാരണം പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, അത് താഴെത്തട്ടിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ CPM-ന്റെ അല്ലെങ്കിൽ DYFയുടെ പ്രതിനിധി പറഞ്ഞു, ഞാനിത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കൊണ്ട് എനിക്കിതെല്ലാം പറയാമെന്ന് പറയുമ്പോഴും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ നമുക്ക് ഇപ്പോൾ
മുന്നേ തന്നെ നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം, സാക്ഷരത ഇതെല്ലാം നമ്മൾ നേരത്തെ കൈവരിച്ചതാണ്. പക്ഷേ നമ്മളൊന്ന് വടക്ക് സംസ്ഥാനങ്ങളിലേക്ക്, ഇപ്പോൾ എല്ലാവരും എപ്പോഴും ചർച്ചയിൽ വരുന്നത് വടക്ക് സംസ്ഥാനങ്ങളിലേക്ക് നോക്കാനാണ്. അപ്പോൾ ഈ വടക്ക് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ എന്താണ് നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നതും, ഇല്ലെങ്കിൽ മോദിജി പ്രഖ്യാപിച്ച പദ്ധതികൾ 2014 മുതൽ പ്രഖ്യാപിച്ച പദ്ധതികൾ കൃത്യമായി താഴെത്തട്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ അവിടെ പോകുമ്പോൾ അറിയാം. കാരണം വീടാകണമെങ്കിലും ഇല്ലെങ്കിൽ കുടിവെള്ളം, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ നേരത്തെ പറഞ്ഞായിരുന്നു 2014 മുന്നേ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ആരും ഭരിച്ചിരുന്നില്ലേ, ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രധാനമന്ത്രി എല്ലാവരും ഭരിച്ചിരുന്നു. ഇല്ലെന്ന് ഞങ്ങളും ഇവിടെ ഒരിക്കലും ഭരിച്ചിരുന്ന വ്യക്തികളെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ അന്നെല്ലാം തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, അത് പക്ഷെ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് താഴെത്തട്ടിൽ കൃത്യമായി അവരുടെ, അതായത് ആർക്കാണോ ആ പദ്ധതി വേണ്ടത് അവരുടെ കയ്യിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അത് അന്ന് നടന്നിരുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് മുൻകാലത്തിൽ ഇന്ദിരാഗാന്ധി ആവാസ് യോജന പദ്ധതിയായിരുന്നു. ഞങ്ങൾ അതൊന്നും മാറ്റിമറിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ പറയുന്ന പല പദ്ധതികളും ഇപ്പോൾ ഞങ്ങൾ, പക്ഷേ അന്ന് 24 ലക്ഷം വീടുകളാണ് പണിഞ്ഞിരുന്നതെങ്കിൽ ഇന്നത് 3 കോടിയിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു 10 വർഷം കൊണ്ട് ഞങ്ങൾ ഇത്രയും മാറ്റം, ഇനി വീണ്ടും 2 കോടി വീടുകൾ പണിയുമെന്ന് പറയുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്ന വികസനം. ഇപ്പോൾ 60 വർഷം കൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഞങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് താഴെത്തട്ടിൽ എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ വടക്ക് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉത്തർപ്രദേശിലാവട്ടെ ഗുജറാത്തിലൊക്കെ തലയിൽ ഈ കുടങ്ങളിലായിട്ട് കിലോമീറ്ററുകൾ നടന്നിട്ടാണ് അവരൊരു കിണറോ കുളമോ നോക്കി അവർക്ക് വെള്ളം കിട്ടേണ്ട ഒരു കാലഘട്ടം ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെയൊക്കെ വീടുകളിൽ അതായത് പൈപ്പ് കണക്ഷനിൽ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം, ജൽജീവൻ മിഷൻ. അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നിന്ന് എന്താണ് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ല ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായി അവർ പറയുന്നത് മോദി സർക്കാർ. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് വീട്, വെള്ളം, ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ നമുക്കറിയാം, ഒരു വീട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് റേഷൻ കാർഡിൽ സ്ത്രീകളുടെ പേര് പറയാവുന്ന പദ്ധതികൾ ഞങ്ങളിലുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയമായി പറയുന്നതല്ല. ഞങ്ങൾ വികസനം എന്ന് പറയുന്നത് അത് കൃത്യമായി അർബൻ മേഖലകളാണെങ്കിലും ഇല്ലെങ്കിൽ റൂറൽ മേഖലകളാണെങ്കിലും ചോദിക്കാം. മൈക്ക് എവിടെയാണ്? ഓക്കെ, ശരി. PM ആവാസ് യോജന വഴി 70% ഭവനങ്ങളുടെ ഉടമസ്ഥാവകാശം സ്ത്രീകൾക്ക് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു നീക്കം, സ്ത്രീ ആകട്ടെ ഉടമസ്ഥ, അപ്പൊ ആ രീതിയിലുള്ള സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത്. ആ ഒരു സ്ത്രീക്ക് പ്രോമിനൻസ് കൊടുക്കുക, അതാണ് നടത്തുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം? എൻ്റെ പേര് നിവ്യ, ഞാൻ വിമൻസ് കോളേജിൽ PG സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഹൗസിംഗ് പ്രോജക്ട്സ് ഒക്കെ എസ്പെഷ്യലി ഫോർ വിമൻ, രാഗേന്ദ്ര പറഞ്ഞ പോലെ മറ്റ് പല പദ്ധതികളായിട്ട്, അതെ, വിമൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടിയെങ്കിൽ തന്നെങ്കിലും അവരുടെ ഒരു എബിലിറ്റി, അവരുടെ സ്റ്റെബിലിറ്റി വളരെയധികം കുറവാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെങ്കിൽ പെയ്ഡ് മെറ്റേണിറ്റി ലീവ്, ഇതിൻ്റെ സംഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വളരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ സ്മോൾ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വളരെയധികം കൊടുക്കാൻ മടിയായത് കാരണം, അല്ലെങ്കിൽ കൊടുക്കാൻ ഇല്ലാത്തതിന് കാരണം എന്ത് ചെയ്യുന്നു, കൂടുതലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, പ്രഗ്നന്റ് പീരീഡിൽ അവർ ലീവ് പ്രഗ്നന്റ് പീരീഡിൽ ഇവർ എന്ത് ചെയ്യുന്നു, മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ത്രീകളെ കൂടുതൽ ജോലിക്ക് അതേപോലെ സ്റ്റെബിലിറ്റി. എസ്പെഷ്യലി ഈ ബഡ്ജറ്റിൽ പറയുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് എസ്പെഷ്യലി ഫോർ വിമൻ ആൻഡ് ഫോർ എംപവർമെന്റ് എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ ഈ എസ്പെഷ്യലി ഒരു അമ്മയുടെ ഒരു പ്രസൻസ് എപ്പോഴും ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ആവശ്യമാണ്, അല്ലേ? അപ്പം ഈ ഒരു പീരീഡിൽ പെയ്ഡ് ലീവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ അവർ അതിനെക്കുറിച്ചൊന്നും അധികം ബഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്യുകയോ ഫിനാൻഷ്യൽ ഇൻസെൻറ്റിനെ കുറിച്ച് കൂടുതൽ പറയുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ആളുകൂടെ. എൻ്റെ പേര് രേവതി, ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് സ്കോളറാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് വന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളാണ് ഉടമസ്ഥകളായിട്ട് മാറുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് എൻടൈറ്റിൽമെൻറ്റ് സ്ത്രീകളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളൊരു രീതിയിലേക്കല്ലേ അത് എത്തൂ. അതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് സ്ത്രീ എന്നുള്ളൊരു രീതിയിൽ? കാരണം അവിടുത്തെ പവർ ഡൈനാമിക്സിൽ വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്.
പിന്നെ രണ്ടാമതായിട്ട് ഹെൽത്തിൽ ഈ പറഞ്ഞ കണക്ക് സെർവിക്കൽ വാക്സിനേഷൻ അത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശംസനീയമായിട്ടുള്ള ഞാൻ അപ്പോഴും ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് രാഗേന്ദ്ര, അതൊരു പ്രധാന പോയിന്റ്. സ്ത്രീകളെ എൻലൈറ്റ്മെന്റ് ചെയ്യുക, സ്ത്രീകളുടെ പേരിലേക്ക് വീട് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പ്രാക്ടിക്കലായിട്ട് ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റി ഏത് രീതിയിൽ ഉയർത്തുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു പുതിയ ജനറേഷന്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, നമ്മുടെ ഇപ്പോൾ ഒരു വീടാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിലേക്കായി. അതായത് സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്കാണ് പ്രാതിനിധ്യം, അത് അവർക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നതിൽ അവരുടെ തന്നെയാണ് വളർച്ച കേന്ദ്രീകരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഒരു വീട് നമ്മുടെ പേരിൽ ഒരു സ്ത്രീയുടെ പേരിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോഴാണെങ്കിലും നമുക്കതൊരു പ്രയറാണല്ലോ എപ്പോഴും. കാരണം നമ്മുടെ പേരിലാണ് ആ വീട് കിട്ടുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ പേരിലാണ് ആ വീടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു കുടുംബത്തിൽ കേരളത്തിൽ അത് വ്യത്യാസം വരുമായിരിക്കും ഒരു പക്ഷെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷാമ എന്താണ് കരുതുന്നത്? അതുകൊണ്ട് ഒരു ഡിഗ്നിറ്റിയിൽ ഒരു വ്യത്യാസം. നാരീശക്തിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നാരീശക്തിയെ കുറിച്ച് പറയുമ്പോൾ ഏത് തരത്തിലാണ് നാരീശക്തി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. ഒരു വീടിന്റെ ഉടമസ്ഥത അവകാശം സ്ത്രീക്ക് കിട്ടിയത് കൊണ്ട് എങ്ങനെയാണ് സ്ത്രീ സാമ്പത്തികമായി അവരുടെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കൊടുത്തിരുന്ന 90,800 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കിവെച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് 86,000 കോടിയായി കുറച്ചു. അതായത് 4,000 കോടിയുടെ കുറവാണ് നാരീശക്തിക്കായിട്ട് ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത്. 4,000 കോടി കുറച്ചിരിക്കുകയാണ്. തൊഴിലവസരങ്ങൾ കൊടുത്തുകൊണ്ടല്ലാതെ എങ്ങനെയാണ് സ്ത്രീകളുടെ ശാക്തീകരണം സാധ്യമാക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ദാരിദ്ര്യത്തെ കുറിച്ച്. ഇവിടെ ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ല എന്നാണ് ബിജെപിയുടെ വക്താവ് അവകാശപ്പെടുന്നത്. ദാരിദ്ര്യത്തിന്റെ ഏതെങ്കിലും ഒരു കണക്കെടുപ്പ് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന് വയ്ക്കാൻ സാധിക്കുമോ? ഓക്കെ, ഞാൻ ഒരു ആളിൽ കൂടെ പോയ ശേഷം ഒന്ന് നമുക്ക് ചോദ്യം. പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ ഓൺട്രപ്രണർഷിപ്പിനുള്ള അവസരം കൊടുത്തുകൊണ്ട് പരിഹരിക്കാം എന്നാണോ കേന്ദ്ര സർക്കാർ കരുതുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ പേര് രേഖ, ഞാൻ വുമൻസ് കോളേജിൽ PG സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ പറഞ്ഞു വീടിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. നമ്മുടെ പേരിൽ വീടുണ്ടെന്നുള്ള യാതൊരു പ്രസക്തിയില്ല. നമ്മുടെ പേരിൽ എൻ്റെ പേരിൽ വീടുണ്ടോ അല്ലെ എൻ്റെ പേര് റേഷൻ കാർഡിലുണ്ട് സ്ത്രീ മുന്നിലോ ഒന്നും എത്തുന്നുമില്ല. നമ്മുടെ പേര് എവിടെയുണ്ടെന്നുള്ള യാതൊരു പ്രസക്തിയില്ല. ഞങ്ങളും നാളെ ഇപ്പോൾ PG സ്റ്റുഡൻസ് ആണ്, ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടിരുന്ന എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ബ്രെയിൻ തിയറിക്കുള്ള സാധ്യത കൊടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മളിവിടെ പഠിച്ചിറങ്ങുന്നു, നമുക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ നമ്മളെന്താ പറയുമ്പോൾ PG സ്റ്റുഡൻസ്, പക്ഷെ നമുക്ക് അതിന് വേണ്ട ഒരു ഇതൊന്നും ഇവിടെ ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെളിയിൽ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പിടിച്ച് നിൽക്കാമായിരുന്നു. ഏതൊരു സ്കീം വന്നു എന്നുള്ള കാര്യം അത് പറഞ്ഞ കണക്കിന് ഇത്രയും ശാക്തീകരണത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഇതിലോ അതുപോലെ തന്നെ ദൗറി അതുപോലുള്ളതിലൊന്നും ഈ ഒരു ബഡ്ജറ്റിലായിക്കോട്ടെ ശരി മുന്നുള്ള ബഡ്ജറ്റിലായിക്കോട്ടെ നമ്മളാരും കണ്ടിട്ടില്ല. ആദ്യം ബേസിക്കിൽ മാറ്റം വരുത്താണ്ട് ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് എന്താണ് നമുക്കൊരു നേട്ടം ഉണ്ടാവുന്നത്? ആദ്യം ദൗറി പോലുള്ള സാധനങ്ങളിലൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലുതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നമുക്കുള്ള പേയ്മെന്റ് അതൊരു വലിയ വിഷയം. സ്ത്രീകൾ ഉന്നമനത്തിനുണ്ടെങ്കിൽ സംരംഭകരാകട്ടെ, കൂടുതൽ സംരംഭകരാകൂ എന്ന് പറയുന്നിടത്ത് അതല്ലാതെ വർക്കിംഗ് വിമനെ കുറിച്ചിട്ട് കൃത്യമായ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം. ഇതിപ്പം പറഞ്ഞ പോലെ വോട്ട് ഓൺ അക്കൗണ്ടാണ് ഇത് മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള. പക്ഷേ എംപവർ ത്രൂ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നിടത്ത് അവിടെ കൊണ്ട് തീരുന്നു? ഇല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് കൂടുതലായിട്ടും സ്ത്രീകളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഈ ഇപ്പോൾ മുദ്ര യോജന ആകട്ടെ ഏത് രീതിയിലാണെങ്കിലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ വഴി അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ഒരു പ്രതിനിധി പറഞ്ഞായിരുന്നു, കാരണം മെറ്റേണിറ്റി ലീവ് 12 വീക്സ് എന്ന് പറയുന്നത് 26 വീക്സ് ആക്കി മാറ്റിയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ജോബിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഏതൊരു കുട്ടിക്കും പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളമാണ്. പക്ഷെ കേരളത്തിൽ പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പഠിക്കുന്നതും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ഇവിടെ DYFI പ്രതിനിധി ഇവിടെ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല നമ്പർ 1 ആണ്. നിങ്ങൾ പറയുന്ന എല്ലാ മേഖലകളും നിങ്ങൾക്ക് നമ്പർ 1 ആണ്. പക്ഷെ അത് ജീവിക്കുന്ന അവർക്കത് നമ്പർ 1 അല്ല. കാരണം എത്രയോ കോളേജുകളിൽ, അത് പ്രൊഫഷണൽ കോളേജ് ആകട്ടെ അല്ലാത്ത കോളേജുകളിലൊക്കെ സീറ്റുകൾ ഇപ്പോഴും വേക്കൻ്റ് ആണ്. കാരണം പഠിക്കാൻ കുട്ടികളില്ല. കാരണം പഠിത്തത്തിന് വരെ അവർ പുറത്ത് ആശ്രയിക്കേണ്ടി വരുന്നു. കാരണം അവിടെ നിന്ന് അവർക്കൊരു ജോലി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം പുറത്ത് ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ എന്ത് ജോലി എടുത്തിരുന്നാലും അവർക്ക് അത് കാരണം അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് കുറിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് വരാം. ഈ 2 പേരിൽ കൂടെ പോയ ശേഷം ഒന്ന് പറഞ്ഞോളൂ.
ബഡ്ജറ്റ് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി. അതാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത്. എൻ്റെ പേര് സ്റ്റെനി ജോസ്. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ 1ാം വർഷ MA വിദ്യാർത്ഥിനിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഇത് കൊണ്ടുവരുന്നുണ്ട് ഗവൺമെൻറ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പെൺകുട്ടികളുടെ പ്രവേശനം 28% കൂടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. മൈഗ്രേഷനും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഇത്രയും സ്കീംസ് അനൗൺസ് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടി. പക്ഷെ എത്രത്തോളം എഫക്റ്റീവ് ആണിതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇയാളോട് കൂടെ അത് ആ ഒരു ഇതിനോട് തന്നെ അനുകൂലിക്കുകയാണോ? എൻ്റെ പേര് നാഗ സുഹാസിനി, റിസർച്ച് സ്കോളറാണ് വിമൻസ് കോളേജ് വൈതക്കാട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വിമനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗേൾ സ്റ്റുഡൻസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് അതുപോലെ ഇരിക്കുന്നു. പക്ഷേ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പം വിമൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വിമൻ അർബൻ ഏരിയാസ് ആണെങ്കിലും റൂറൽ ഏരിയാസിലാണെങ്കിലും ഒരു മോസ്റ്റ്ലി ഒരു മോർ ദാൻ 50% ഓഫ് വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നത് അഗ്രികൾച്ചർ, അഗ്രോ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിലാണ്. ഇപ്പം ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ സീതാരാമൻ പറഞ്ഞത് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം. ഈ സ്കീമിൽ ബെനിഫിറ്റ് ആയത് 60,000 ഇൻഡിവിജ്വൽസ് ബെനിഫിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ വിമൻ ബെനിഫിഷ്യറീസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഫുഡ് പ്രോസസ്സിംഗ് വരുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വിമൻ ആണ് കമ്പയർഡ് ടു മെൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇതുപോലൊരു സ്കീമിൻ്റെ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം ഇങ്ങനെ പറയുമ്പോഴത്തേനും അതിൽ വിമൻ്റെ എത്ര വിമനാണ് അത് കിട്ടിയിട്ടുള്ളത് ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിലാണെങ്കിലും നമുക്കറിയാം ഇതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിൽ വിമൻ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ മുദ്ര ലോൺ പല ലോണും കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു സ്പെസിഫിക് സ്കീം എത്രത്തോളം സ്റ്റേറ്റ് ലെവലിൽ അത് എഫക്റ്റീവ് ആണെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇതിനകത്ത് എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള ഒരു ചെറിയൊരു കൗണ്ടർ എനിക്ക് പറയാനുണ്ട്. അതായത് ഇതിനു മുമ്പ് ഒരുപാട് പ്രോജക്ട്സ് ഇപ്പോൾ UP-യുടെ കാലത്ത് തന്നെ വന്നിട്ട്, ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജനയാവട്ടെ, മൻരേഗ, RTI, RTE, ഫുഡ് സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വീടിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എത്ര രൂപയാണ് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. 4 ലക്ഷം രൂപയാണ്. വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. സിമെന്റിന്റെ കമ്പിയുടെ എല്ലാം വില കൂടി. അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡിലെ വിമൻ ഓണർഷിപ്പ് പറയുന്നില്ല. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞു വീടിന്റെ ഓണർഷിപ്പ് ഇമ്മെറ്റീരിയൽ ആണ്. അങ്ങനെയല്ല, കയറി കിടക്കാൻ സ്ത്രീക്ക് വീടുണ്ടാവുമ്പോൾ കരുത്തുള്ളവളായിട്ട് മാറും. ഒപ്പം പൈസ വരുന്ന മാർഗം കൂടി വേണം. രണ്ടും ഒരുമിച്ച് വേണം എന്നുള്ളത്. അതുപോലെ സെർവിക്കൽ ക്യാൻസറുമായിട്ട് 9 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കുമെന്നാണല്ലോ പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ളവർക്കാണ് കൊടുക്കേണ്ടത് പ്രിവെൻഷനായിട്ട്. പക്ഷേ എൽഡർലി ആയിട്ടുള്ള സ്ത്രീകൾക്ക് അത് ഈ സെർവിക്കൽ ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് ഗവൺമെന്റ് പ്രോ ആക്റ്റീവായിട്ട് ചെയ്യാൻ ഇതിലിപ്പോ നേരത്തെ അവർ ചോദിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം സ്കിൽ ഡെവലപ്മെന്റ് 2014 മുതൽ തന്നെ ദീൻ ദയാൽ ഉപാധ്യായ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തില് കുടുംബശ്രീയുടെ അണ്ടറിലാണ് അങ്ങനെ ഒരു സ്കീമിൽ ഏകദേശം 30,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ ഇവിടെ സ്കിൽ ഡെവലപ്പിൽ കൂടെ തന്നെ അവർക്ക് അതിന്റെ ഒരു സ്കീമിലൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഈ സ്വന്തമായ ഒരു വീടുണ്ടാകുന്നത് എപ്പോഴും നമുക്കൊരു പ്രയോറിറ്റി തന്നെയാണ്. കാരണം നമ്മുടേതാണ് വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാമ്പത്തികപരമായി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കാശ് വരുമ്പോൾ അത് എപ്പോഴും അത് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രത്തോളം എത്തിക്കാൻ സാധിച്ചു എങ്കിൽ ഇനി വരുന്ന കാലഘട്ടം ഇന്ന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ഒരു ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ജൂലൈയിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ മുന്നോട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സ്ത്രീകൾക്ക് തന്നെയായിരിക്കും വിളിച്ചോതുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചുരുക്കി പറയാം, ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നാരീശക്തി യാതൊരു വിധത്തിലുള്ള സ്ത്രീകൾക്കോ യുവാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ യാതൊരു ഗുണവും തരുന്ന ഒരു ബഡ്ജറ്റ് അല്ല എന്നുള്ളതാണ് ചുരുക്കം പറയേണ്ട ഒരു കാര്യം. കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നു എന്നുള്ളത്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം നിയമസഭയിൽ ഉന്നയിച്ച കാര്യമാണ്. വെറും 4% താഴെയാണ് കേരളത്തിൽ നിന്നും, കേരളം പോലുള്ള
സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന, വിദ്യാഭ്യാസ മേഖല ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലും കേവലം 4% താഴെയാണ് ഇവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നത്. പക്ഷേ ഇതിന്റെ ഇരട്ടിയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജൽജീവൻ മിഷൻ വഴി എല്ലായിടത്തും ഇപ്പൊ വെള്ളം എത്തി എന്ന് പറഞ്ഞു. പലയിടത്തും 2 ദിവസം വെള്ളവും ബാക്കി കാറ്റുമാണ്. തർക്കങ്ങളിലേക്ക് പോകുന്ന സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും ഈ ചർച്ച സ്ത്രീ സൗഹാർദ്ദപരമായിരുന്നു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്നുള്ളതായിരുന്നു. അത് ഉപരിപ്ലവമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരികയും അതിനുള്ള വിശദീകരണങ്ങളെല്ലാം വരികയുമാണ് ചെയ്തത്. ഈ 1 മണിക്കൂറിൽ വിമൻ ഇൻ ബഡ്ജറ്റിനൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.